സ്വാഗതം. ഞായറാഴ്ച ദിവസം നമ്മള് ഇവിടെ നിന്ന് വീട്ടിൽ നമ്മളിപ്പോ കുടുംബ വീട്ടിലാണ്. അപ്പൊ കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങി അതെ ഇന്നിപ്പോ നമ്മുടെ കുടുംബ വീട്ടിൽ നിന്ന് നേരെ പള്ളിയിൽ പോയിട്ട് പോകുന്ന കുറച്ചൊക്കെ വെച്ച് കാഴ്ചകളാണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. കൂട്ടുകാരെ, അങ്ങനെ രാവിലെ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുഴിയിൽ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ കുടുംബ വീട്ടിലാണ്. ഇതാണ് നമ്മുടെ കുടുംബ വീട്. അപ്പോൾ ഇതാ ഇരിക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പള്ളിയിൽ കൊണ്ട് പോകാനായിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ. ഓരോ വീട്ടുകാർ ഓരോ കറി. അപ്പം നമുക്ക് കിട്ടിയത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ടേ. നമ്മളെ വീടിൻ്റെ അടുക്കള വശത്തായിട്ടുള്ള നിങ്ങൾ മുൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പ്ലാവ്. അപ്പം നമ്മൾ ഇന്ന് പ്ലാവിലിപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക ആയായിരുന്നു. നമ്മളിതാ പ്രാവശ്യമൊക്കെ കുറച്ച് ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഒരു കൊമ്പ് ഉണങ്ങി നിൽപ്പുണ്ട്. അത് നമ്മൾ മുറിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. ജിമ്മി ടാറ്റ ജിമ്മി. ഓ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ട. അപ്പോൾ 10 മണി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ പള്ളിയിലേക്കാണ് കേട്ടോ. മീനു മീനു നേരത്തെ വീഡിയോയിലൊക്കെ വന്നല്ലേ. ഇറങ്ങി കേട്ടോ. അപ്പോൾ പൂവ് ഇറങ്ങിയ വഴിക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചില്ല. ഇത് കണ്ടല്ലോ, അംബാസഡർ 1, 2, 3. പിന്നെ ഇതാ ഇവിടെയൊക്കെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഈ ഏരിയയിൽ ഒരു ചേട്ടനുണ്ട് കേട്ടോ. നമ്മളൊരു ഹരി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അംബാസഡറുകൾ നല്ല അടിപൊളി വണ്ടികൾ വിൽപ്പനയ്ക്ക് ഇടും കേട്ടോ. അപ്പോൾ ആ കിടക്കുന്നതൊക്കെയാണ് തണ്ട ഈ വണ്ടികളൊക്കെ കണ്ടല്ലോ കിടക്കുന്നത്. അടിപൊളി ഒരു പണിഞ്ഞിട്ടങ്ങനെ വണ്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം. അംബാസഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് പോവാം. നമ്മളങ്ങനെ പള്ളിയുടെ അടുത്ത് എത്താറായി കേട്ടോ. അങ്ങനെ നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കയറിപ്പോ. കയറിപ്പോ. മാർപ്പാപ്പയുടെ അനുശോചന പ്രാർത്ഥന നടക്കുകയുണ്ടായിട്ട് ആദ്യത്തെ ഭാഗങ്ങളാണ് ഇത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ 5 കൊല്ലമായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇപ്പോൾ പിരിഞ്ഞ് ഇവിടെ നിന്ന് മാറി നേരെ കഴക്കൂട്ടം ത്തുള്ള ഒരു പള്ളിയിലോട്ട് മാറുകയാണ് കേട്ടോ. പകരം നമുക്കിവിടെ വേറൊരു അച്ഛനാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ഇന്ന് പോകുന്നതിൻ്റെ നമ്മുടെ ആ ഒരു വിഷമത്തിൻ്റെ ഇതിലൊക്കെ രീതിയിലുള്ള ചെറിയൊരു സംഗമം നമ്മുടെ അച്ഛന് നന്ദി പറയുന്നതിന് എല്ലാം കൂടെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഒരു ദേവാലയത്തിൽ കടന്നു ചെല്ലുന്നു. സമയം ഉച്ചകഴിഞ്ഞ സമയം. പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു വിളി വരുന്നു, ഒരു ശവമടക്കം പോകണം. അച്ഛൻ ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ വന്നു. സന്ധ്യയോടെ എടുക്കുന്ന സമയം പോയി റബ്ബർ തോട്ടത്തിനിടയിലൂടെ ചെറിയ പാത പിന്നിട്ട് ഒരു നല്ല മരണം ആയിരിക്കില്ല, എന്നാലും മരണപ്പെട്ട വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തി. എങ്ങോ നിന്ന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു മഴ, ഇടി, കാറ്റ്. നേരം സന്ധ്യ മയങ്ങി തുടങ്ങി. അതും കഴിഞ്ഞു. എന്തോ ദൈവത്തിന്റെ ഒരു കാരുണ്യം എന്ന നിലയിൽ അവിടുന്ന് ബൈക്കോടിച്ചു പള്ളിയിലെത്തി. എന്ത് പറയാം, നിർഭാഗ്യവശാൽ കറണ്ടില്ല. കത്തിച്ച മെഴുകുതിരി 2 കൈ കൊണ്ടും ചേർത്ത് പിടിച്ച് എന്നിട്ടും ശക്തമായ കാറ്റിൽ അത് അണഞ്ഞു പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീണ്ടും ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അന്ന് ആ രാത്രി കഴിച്ചുകൂട്ടി. ആ ത്യാഗത്തിന്റെ സ്മരണ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു നാൾ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പച്ചമല ദേവാലയത്തിലേക്ക് വരുന്നത്. അത് വളരെ ത്യാഗപൂർവമായിട്ടുള്ള ഒരു വരവാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൾ അച്ഛനെ ദൈവത്തിന്റെ ശക്തി പകരുന്നതായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അതോടൊപ്പം അച്ഛന് വേണ്ടി ആശംസകൾ വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്ററെ ക്ഷണിച്ചുകൊള്ളു.
സ്നേഹബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 വർഷക്കാലം നമ്മുടെ തായിരിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ നമ്മുടെ ഈ ഇടവയിൽ നിന്ന് സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അയച്ചവൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് അയച്ചവൻ വിളിച്ചു കൊണ്ടുപോകുന്നു. അഹ്റോനെ പോലെ ദൈവം വിളിച്ചവനല്ലാതെ ആരും ഈ മഹത്വം ഏറ്റെടുത്തിട്ടില്ല. ദൈവത്തിൻ്റെ ഇവിടെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ച സ്വന്തം വീടിനെ മറന്ന ദൈവജനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് വൈദികൻ. വൈദികൻ്റെ വീടെന്ന് പറയുന്നത് ഓരോ ഇടവകയുമാണ്. അതാണ് വൈദികൻ്റെ വീട്. സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഇടവക ജനങ്ങളുമാണ്. മാതാപിതാക്കന്മാർ എന്ന് പറയുന്നത് ഓരോ ഇടവകയിലെയും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെയാണ്. അച്ഛൻ ഈ പള്ളിയിലേക്ക് പോകാനേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ ഉദരത്തിലും ഹൃദയത്തിലും ഈശോയെ സമ്മതിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി പോയ ആ രംഗം. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ട് നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു വൈദികൻ ഈ ഇടവകയിൽ വന്ന് നമുക്കായി ശുശ്രൂഷ ചെയ്ത അവസരത്തിൽ ആ തീക്ഷ്ണത എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഓരോ ഞായറാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജൂലൈ 22 5 വർഷത്തോളമായി ഈ 5 വർഷക്കാലം അച്ഛനോടൊപ്പം നമ്മളായിരുന്നു. ഒരുമിച്ച് ഭക്ഷിച്ച് ഒരുമിച്ച് യാത്ര നടത്തി അച്ഛനോട് കിട്ടിയ നന്മകൾ എല്ലാം കൃത്യമായി ഓർക്കാം. ഇനി അച്ഛൻ പോകുന്ന സ്ഥലത്ത് നമ്മളെക്കാളും കൂടുതൽ ഭീഷണിയുള്ള ഒരു കുടുംബത്തെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കേണ്ടി പറ്റുന്നു. ഇടവകയിലെ അംഗങ്ങൾ ഈ വൈകിയ വേളയിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കാര്യം സംസാരിക്കുന്നു. കാരണം ഞങ്ങൾ ഈ ഇത്രയും ആക്റ്റീവാക്കിയെടുത്തത് അച്ഛനാണ്. 5 വർഷക്കാലം ഞങ്ങളോടൊപ്പം ഞാൻ വന്ന ടൈം തൊട്ട് അച്ഛനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കുടുംബത്തിലെ അംഗത്തെപ്പോലെയായിരുന്നു അച്ഛൻ. ഇതുവരെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അച്ഛൻ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അച്ഛൻ പോകുന്ന അടുത്ത ഇടവകളിൽ നല്ല സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അച്ഛൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ സമയമെല്ലാം അച്ഛൻ ഉറങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛൻ ഉണർന്നിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ദൂരങ്ങൾ താണ്ടി പല സ്ഥലത്തും പോയി ഇത്രയും തുക നമുക്ക് സമാഹരിക്കാൻ കഴിയില്ല. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആ നല്ല മനസ്സ് കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിന് നമ്മൾ ഈ പള്ളിയുടെ ഏത് കാര്യം നമ്മൾ പള്ളിപ്പണി തുടങ്ങി എന്ത് ചെയ്താലും നമ്മൾ അച്ഛന് ഒരു കാരണവശാൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മൾ എന്ത് ആവശ്യം നമ്മളിവിടെ ചെയ്താലും അച്ഛനെ നമ്മൾ ഓണിവിടെയെങ്കിലും വിളിച്ച് അറിയിച്ചിട്ടേ നമ്മളിത് ചെയ്യുള്ളൂ. സിസ്റ്റർ ഇടവകയിലെ നമ്മുടെ ഇടവകയിലെ അംഗങ്ങളെ നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്ക് പോകുകയാണെങ്കിൽ ഈ 5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു. ഒരു ഇടവകയിലെ അച്ഛനെ മാതാപിതാക്കളെ, യുവജനങ്ങളെ, നമ്മളിപ്പോൾ ഇതിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അച്ഛൻ 5 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് അടുത്ത ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ നമുക്ക് ഈ 5 വർഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് നന്ദി പറയേണ്ട ദിവസങ്ങളാണ് ഇത്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ദേവാലയത്തിന് വേണ്ടിയിട്ട് അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും ഓരോ പള്ളി പോയ കാര്യം പറയും. അതിന് മുന്നേ അച്ഛൻ അവിടെ പോയി എല്ലാ അച്ഛന്മാരെയും കണ്ട് അവരുമായിട്ട് സംസാരിച്ച് 3-4 ദിവസം അച്ഛൻ യാത്ര ചെയ്തു ഇവർ അച്ഛന്മാരെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അച്ഛൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അച്ഛൻ നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ടു, ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. അച്ഛൻ പിന്നെ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ്. അച്ഛൻ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛനെ വീട്ടിൽ നിന്ന് വിളിച്ച് അച്ഛനെ ഫോൺ എടുക്കാൻ ഒരു തോന്നൽ വരത്തില്ല. കാരണം അച്ഛൻ ഇവിടെ ഉള്ളവരെല്ലാം മാതാപിതാക്കളായിട്ടും സഹോദരങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ള അച്ഛൻ നമ്മുടെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കാരണം അച്ഛൻ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മൾ അത് തെറ്റ് ചെയ്യുമ്പോൾ അച്ഛൻ നമ്മളെ ശാസിക്കുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്പനും അമ്മയും നമ്മളെ എന്തൊക്കെ പറയാൻ നന്നാക്കുന്നത്. അതുപോലെയാണ് ഞങ്ങളെ യുവജനങ്ങൾ ഓരോരുത്തരും അച്ഛൻ വളർത്തിക്കൊണ്ട് വന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിതത്തിൽ, നമ്മൾ എങ്ങനെയെല്ലാം മുന്നോട്ട് പോകണം, എങ്ങനെയെല്ലാം നമ്മൾ ശുശ്രൂഷ, ദൈവത്തോട് നമ്മൾ എത്രമാത്രം സ്നേഹം പുലർത്തണം എന്നെല്ലാം നമ്മൾ പഠിപ്പിച്ചത് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് ഇത്രത്തോളം തന്നത് നമ്മൾ വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതം മുഴുവൻ അച്ഛനെ വേണ്ടി നമ്മൾ മാറ്റി വെച്ചാലും അച്ഛൻ നമുക്ക് വേണ്ടി തന്നതിന് ഒരു പറയാൻ പോലും ആവത്തില്ല. അപ്പോൾ ഇത്രത്തോളം നമ്മൾ നടത്തിയ അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനിയും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛനെ എല്ലാവരും മക്കളും നേരുന്നു. അച്ഛൻ സമ്മാനിക്കുന്നതിന് വേണ്ടി യുവജനങ്ങളെ ക്ഷണിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റുകളും എന്നും ഓർക്കാൻ പാകത്തിനുള്ള ഫോട്ടോയും ഒക്കെ നൽകി നിങ്ങളെന്നെ സന്തോഷിപ്പിച്ചു. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. തീർച്ചയായിട്ടും എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ
സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, രണ്ടുമുണ്ട്. കാരണം ഈ വരുന്ന അച്ഛനിലൂടെ ഇത് ചെയ്യപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എൻ്റെ ബാച്ചിൽ എൻ്റെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച അച്ഛനാണ് ഇവിടെ വരുന്നത്. അച്ഛൻ 6-7 വർഷമായിട്ട് റോമിലായിരുന്നു തൻ്റെ ശുശ്രൂഷ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. തീർച്ചയായിട്ടും അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 5 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ പച്ചമല ഇടവകയെ നയിക്കുന്നത് ഒരിക്കലും മനുഷ്യരല്ല, മറിച്ച് ദൈവമാണ് നയിക്കുന്നതെന്ന്. ഇത്രയും നാളത്തെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ബലം ലഭിക്കാൻ പോകുന്നത് ഇനി വരുന്ന അച്ഛനിലൂടെയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയുമല്ലോ, 5 മാസം എന്ന് പറയുന്ന കണക്ക് അതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദേവാലയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തി. എന്നോടൊപ്പം ഇരുന്ന് പഠിച്ച അത് സുഖദുഃഖങ്ങൾ പണ്ട് മുതലേ അറിയാവുന്ന കഴിയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ സൗഹൃദത്തിൽ ഈ സെമിനാരിയുടെ ആദ്യ നാളുകൾ മുതൽ ഏറ്റവും ഒടുവിൽ അച്ഛനാകുന്നത് ഒരുമിച്ചായിരുന്നു. അത്രയും വർഷത്തെ നീണ്ട വലിയൊരു സൗഹൃദ ബന്ധം ഉണ്ട്. അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ രൂപത്തിരിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിലും അച്ഛന് നിങ്ങളെ നന്നായിട്ട് പരിചയമുണ്ട്. ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചുവട് വയ്ക്കണമെങ്കിൽ നിങ്ങൾ ബലം നൽകണം. നമ്മുടെ കുർബാനയൊക്കെ എല്ലാ ദിവസവും നടത്താൻ പറ്റുമെന്നുള്ള മനസ്സിലൊരു ഭയങ്കര ഒരു സംശയമുണ്ടായി. പക്ഷെ ഞാനിവിടെ വന്ന ആദ്യ ദിവസം എന്നെ എതിരേറ്റത് പ്രകാശും അഞ്ചുവും ജോളിയും ഒക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ആ എതിരേൽപ്പ് എൻ്റെ മനസ്സിൽ ഒരു അകൽച്ച ഇല്ലാതാക്കി. കാരണം അവരെന്നെ സ്വീകരിച്ചതൊരിക്കലും ഒരു വികാരിയച്ഛനായിട്ടായിരുന്നില്ല. എനിക്കൊന്ന് ചൂടെടുത്തു കഴിഞ്ഞാൽ വെള്ളം തരാൻ, അല്ലെങ്കിൽ എന്നെ ഒപ്പം നടക്കാൻ, എൻ്റെ ചിന്തകൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കാൻ പ്രകാശന് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹം എപ്പോഴാണ് അളക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വെട്ടുമുറിച്ചിട്ടാലും ആ മുറിവിൽ നിന്ന് ഏറ്റു പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു രീതിയാണ് നിങ്ങളെ ഞാൻ എത്രമാത്രം അകറ്റിയിട്ടും ഹൃദയം ഇങ്ങനെ വേദനിപ്പിച്ച് വലിച്ചു കയറിയിട്ടും എനിക്ക് അച്ഛനോട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങളൊക്കെ നല്ല നിലയിലെത്തും. നല്ല നമ്മളിവിടെയുള്ള നന്ദി പറച്ചിൽ എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം എല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ആഹാരം, നമ്മുടെ എല്ലാവരോടും ഇരുന്ന ഒരു സ്നേഹസദ്യ അല്ലെങ്കിൽ ഒത്തൊരു സദ്യ അത് കഴിക്കുന്നതിന് ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒത്ത് തന്നെയാണ് കഴിക്കാനൊക്കെ ഇരുന്നത്. അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ തൊട്ടപ്പുറത്താണ് ഇരുന്നത്. നമ്മൾ എഴുന്നേൽക്കില്ല. അത് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് കണ്ടപ്പോൾ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ തന്നെയായിരുന്നു കേട്ടോ. കൂട്ടുകാരെ, അങ്ങനെ പള്ളിയിൽ അച്ഛൻ പിരിഞ്ഞ് അച്ഛൻ ഇവിടെ നിന്ന് മാറി അടുത്ത പള്ളിയിലോട്ട് പോയതിൻ്റെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഐശ്വര്യമാണല്ലോ ഇത്. അച്ഛൻ അടുത്ത പള്ളിയിലോട്ട് പോയി. അച്ഛൻ അവിടെ നല്ല കാര്യം. അതെ, പുതിയ അച്ഛൻ 2:30 വരുന്ന കഴിഞ്ഞാൽ കറക്റ്റ് 2:30 ആയപ്പോഴത്തേക്ക് ഇവിടെ മഴയും പെയ്തു. 2:30 അടുപ്പിച്ചായപ്പോൾ മഴയും തുടങ്ങി. എന്നാൽ ഞാൻ അച്ഛനെ സ്വീകരിച്ചത് ഇവിടെ വളരെ ശുദ്ധീകരിച്ചൊക്കെ തന്നെയാണല്ലോ ഇവിടെ, അല്ലേ മീനുട്ടി? അപ്പോഴൊക്കെ ഭയങ്കര മഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഉണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.